മധുരൈ ഗുരുവായൂർ തീവണ്ടിയിൽ യാത്രക്കാരൻ്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന കേസിൽ ബീഹാർ സ്വദേശി 22 വയസ്സുള്ള രോഹിത് പിടിയിലായി. തീവണ്ടിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ സുഭാഷിന് സംശയം തോന്നിയതിനെ തുടർന്ന് മോഷണം വെളിച്ചത്തായത്. പരസ്പര വിരുദ്ധമായി സംസാരിച്ച രോഹിത്തിനെ പുനലൂർ സ്റ്റേഷനിലെത്തിച്ച് ദ്വിഭാഷിയായ RPF ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെ SHO G ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ കയ്യിലിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴാണ് മൊബൈൽ കണ്ടെത്തിയത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ കേൾക്കാം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഗുരുവായൂർ മധുര ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നൊരു യാത്രക്കാരനെ ആ ട്രെയിനിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുഭാഷ് എന്ന് പറയുന്ന റെയിൽവേ പോലീസ് സ്റ്റേഷൻ പുനലൂരിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കുകയും അയാൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുകയും ചെയ്തു. അതിനുശേഷം യാത്രക്കാരുടെ റെസ്റ്റ് റൂമിൽ കയറി. ആ സമയത്ത് സുഭാഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഒരാളൊരു സംശയമുണ്ടെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടുന്ന് പോലീസുകാരെയും കൂട്ടി അവിടെ ചെന്ന് അയാളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേന് ഹിന്ദി മാത്രമാണ് സംസാരിക്കുന്നത്. അങ്ങനെ RPFിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ അയാൾക്ക് പരസ്പര വിരുദ്ധമായിട്ട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് അയാളുടെ ബാഗേജ് പരിശോധിച്ചതിൽ ഒരു പുതപ്പിൽ പോക്കോ ഇനത്തിൽപ്പെട്ട ഒരു മൊബൈൽ ഫോൺ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേന് അയാൾക്ക് അതിന് വ്യക്തമായ ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞു. തുടർന്ന് അതിലേക്ക് വന്ന ഒരു കാൾ നമ്മൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് ആ നഷ്ടപ്പെട്ട ഫോണിൻ്റെ ഉടമയുടെ സുഹൃത്ത് വിളിച്ചതാണ്. അതിൽ നിന്നാണ് ഈ ഫോൺ മോഷണം പോയതാണെന്ന് മനസ്സിലായത്. പിന്നീട് അയാളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ കഴിഞ്ഞ ഒരു മാസമായി ചെങ്കോട്ടയിലാണ് താമസം. ഈ ഒരു മാസ കാലയളവിൽ ചെങ്കോട്ടയിൽ നിരവധി മോഷണങ്ങൾ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പാറ്റ്ന സ്വദേശിയാണ്, ബീഹാർ പാറ്റ്ന സ്വദേശിയാണ്. ഇയാൾക്ക് പാറ്റ്നയിലും കേസ് ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. അക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുന്നുണ്ട്.